എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപക് ലത. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാലാമത്തെ ലേണിംഗ് സ്റ്റൈലായ കിനസ്തെറ്റിക് ലേണിംഗ് അല്ലെങ്കിൽ ടാക്ടൈൽ ലേണിംഗ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് കിനസ്തെറ്റിക് ലേണിംഗ് അല്ലെങ്കിൽ ആരെയാണ് കിനസ്തെറ്റിക് ലേണേഴ്സ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊള്ളുന്നു. അതായത് ഈ കിനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് നിസ്സഹായരായ ലേണിംഗ് സ്റ്റൈലുള്ള ആൾക്കാരാണ് ഈ കിനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ലേണേഴ്സാണ് ഈ കിനസ്തെറ്റിക് ലേണേഴ്സ്. അപ്പോൾ എന്താണ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ ചെയ്തു നോക്കിയാലേ മനസ്സിലാകൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനോ നമുക്ക് മിക്കപ്പോഴും ഭൂരിഭാഗം സമയത്ത് നമുക്ക് കഴിയണമെന്നില്ല. അതുതന്നെയാണ് ഈ ലേണിംഗ് സ്റ്റൈലുള്ളവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു കുട്ടികളെ പോലെ അവരുടെ പ്രിഫേർഡ് ലേണിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കാല് ആട്ടി പഠിക്കുന്നത് കാണാം, കാലിങ്ങനെ ഒരുപാട് സ്പീഡിൽ ആട്ടി ഇരുന്ന് പഠിക്കുന്നത് കാണാം. അപ്പോൾ ചില വിശ്വാസങ്ങൾ പിന്തുടരുന്ന കുടുംബത്തിലാണെങ്കിൽ അവർ പറയുന്നത് കാലാട്ടുന്നത് നല്ലതല്ല, അത് ദോഷമാണ്, അതും പഠിക്കുന്ന സമയത്ത് എന്ന് പറയാറുണ്ട്. അതേപോലെ ചില കുട്ടികൾ നടന്ന് പഠിക്കുന്നത് കാണാം. അപ്പോൾ ഒരുപാട് നടക്കുന്നതിന് നിനക്കൊരു സ്ഥലത്ത് ഇരുന്ന് പഠിച്ചൂടെ എന്ന് ചോദിക്കുന്ന അമ്മമാരോ അച്ഛന്മാരോ ഉണ്ട്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പഠിക്കുന്ന സമയത്ത് കയ്യിൽ പേനയോ പെൻസിലോ ഇട്ട് ഇങ്ങനെ കറക്കി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാകും. അല്ലെങ്കിൽ ഒരു ബോൾ എടുത്ത് ചുവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പിടിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മൾ അവരെ തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് പഠിക്കുന്നതിലല്ല ശ്രദ്ധ, അവന് കളിയിലാണ്, അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ വേറെ എവിടെയാണ്, അല്ലെങ്കിൽ അവളുടെ ശ്രദ്ധ വേറെ എവിടെയാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഈ ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി അവർ കിനസ്തെറ്റിക് ലേണർ ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സ്ട്രാറ്റജി അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വഭാവത്തിലോട്ട് വഴുതി വീഴുന്നത്. അതായത് എന്ത് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അവരൊരു മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പം ഒരു കിനസ്തെറ്റിക് ലേണേഴ്സിനെ വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുട്ടികൾ കിനസ്തെറ്റിക് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില കുട്ടികളാണെങ്കിൽ അവർ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, മറിച്ച് പെർഫോമിംഗ് ആർട്സ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒക്കെ അവർക്ക് കിനസ്തെറ്റിക് ലേണേഴ്സ് ആയിരിക്കും അവരുടെ പ്രിഫേർഡ് ലേണിംഗ് സ്റ്റൈൽ. കാര്യം അത് ചെയ്തു നോക്കി പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ലേണേഴ്സ് ഇതിൽ കൂടുതൽ എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സൈൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ കുട്ടികളിൽ എന്താണ് ഈ ലേണിംഗ് സ്റ്റൈൽ ഉള്ള കുട്ടികളാണോ അല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഉള്ള കുട്ടികൾ, അതായത് പഠിക്കുമ്പോൾ കാലാട്ടുന്ന കുട്ടികൾ, നടന്ന് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേനയോ പെൻസിലോ കയ്യിലിട്ട് കറക്കുന്ന, അല്ലെങ്കിൽ ബോൾ ചുവരിൽ എറിഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്ത് മൂവ്മെൻറ്റിനെങ്കിലും ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടി കിനസ്തെറ്റിക് ലേണറാണ്. അപ്പോൾ ആ കിനസ്തെറ്റിക് ലേണറിന് അവൻ അർഹിക്കുന്ന അല്ലെങ്കിൽ അവൾ അർഹിക്കുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മറ്റ് ലേണിംഗ് സ്റ്റൈൽ പ്രിഫേർഡ് ആയിട്ടുള്ള കുട്ടികളെ പോലെ തന്നെ അവർക്ക് ഏറ്റവും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ച് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യം പഠിക്കുന്ന സമയത്തും ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് വിഷ്വൽ ലേണിങ്സിനായിക്കോട്ടെ, ഓഡിറ്ററി ലേണേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ റീഡ് റൈറ്റ് ലേണേഴ്സിനായിക്കോട്ടെ, അതേപോലെ തന്നെ കിനസ്തെറ്റിക് ലേണേഴ്സിനും ഇതുപോലെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ ബേസ് ചെയ്ത് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നാണ് നിങ്ങളെ അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത്. കിനസ്തെറ്റിക് ലേണേഴ്സിൻ്റെ അവരെ സഹായിക്കുന്ന ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും മൂവ്മെൻറ്റിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ വീട്ടിൽ വന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നടന്ന് പഠിക്കാൻ അവരോട് പറയുക, ഇരുന്ന് പഠിക്കാതിരിക്കാൻ പറയുക, നടക്കുക, മാക്സിമം മൂവ് ചെയ്ത് പഠിക്കാൻ പറയുക. കാര്യം സ്വാഭാവികമായിട്ടും ഇവർക്ക് കുറച്ച് നേരം നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കതിന് കഴിയാതെ അവർ മറ്റ് ആക്റ്റീവ് ആക്ടിവിറ്റീസിലോട്ട് അവർ പോകും. അതുകൊണ്ട് തന്നെ ആദ്യമേ നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞ ലേണേഴ്സ് ആണെങ്കിൽ അവരോട് ആദ്യമേ പറയാം, നിങ്ങൾ മൂവ് ചെയ്ത് പഠിക്കൂ എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡ് കേട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, വളരെ ശ്രദ്ധയോടുകൂടി പ്രാക്ടീസ് ആക്കി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതായത് പഠിക്കുന്നതിനിടയിൽ സ്റ്റഡി ബ്രേക്സ് എടുക്കുക എന്നുള്ളതാണ്. സ്റ്റഡി ബ്രേക്സ് എടുക്കുക എന്ന് പറയുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന ബ്രേക്ക് ടൈം അല്ല ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആക്റ്റീവ് ബ്രേക്സ് എടുക്കുക എന്നുള്ളതാണ്. ആക്റ്റീവ് ബ്രേക്സ് എന്ന് പറയുമ്പോൾ ആ ബ്രേക്ക് ടൈമിൽ നമ്മൾ ശരീരത്തിന് വ്യായാമം നൽകുന്ന സ്ട്രെച്ചിങ് എക്സസൈസോ പുഷപ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരികമായിട്ട് വ്യായാമം നൽകുന്ന എന്തെങ്കിലും ഏർപ്പെടുകയും അതിനുശേഷം പഠിത്തത്തിലോട്ട് തിരിച്ച് വരികയും ചെയ്യണം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി തുടർന്ന് പോകേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഫോക്കസ് നഷ്ടപ്പെടും, അവർക്ക് കൂടുതൽ സമയമെടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആക്റ്റീവ്ലി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ട് നോട്ട് എഴുതാനും കീ പോയിന്റ്സ് എഴുതാനും ചാർട്ട് വരയ്ക്കാനും ആവശ്യപ്പെടുക. നോട്ട് എഴുതുക, ഈ കീ പോയിന്റ്സ് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതൊക്കെ ഒരു ചലനവുമായി ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ തുറന്നു കിട്ടും. പിന്നെ കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് പറ്റുന്ന സമയത്തെല്ലാം ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം ലാബിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിയം മുതലായ സ്ഥലങ്ങൾ സന്ദർശിക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും അത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ കിനസ്തെറ്റിക് ലേണർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ കിനസ്തെറ്റിക് ലേണേഴ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, എന്തൊക്കെ ടിപ്സ് ഉണ്ട്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. തിരിച്ചറിയപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തള്ളപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു ലേണിംഗ് വിഭാഗമാണ്, ഒരു ലേണേഴ്സാണ് ഈ കിനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവർക്കാണ് ഈ പറഞ്ഞ പോലെ ഈ 3 ലേണേഴ്സിനെ അപേക്ഷിച്ച് മാർക്ക് കുറവ് ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. വളരെ നന്ദി.